അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതൊരു ഹോൾ വീഡിയോ ആണ്. കുറച്ച് നാൾ മുന്നേ ഞാൻ ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഫയൽ ഹോൾഡറാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് വെറും 89 റുപ്പീസേ ഉള്ളൂ. ക്ലിയർ ഫയൽ ഹോൾഡർ ഞാൻ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിത് എടുത്തു. എനിക്കിഷ്ടമായി. പിന്നെ ഈ ഒരു വാൾ മിററാണ് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത്. ഇത് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കണ്ടപ്പോൾ എനിക്കിഷ്ടമായി, അങ്ങനെ എടുത്താണ്. അടുത്തായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് കാപ്പിബറ തീമിൽ വരുന്ന മിനി സ്റ്റാപ്ലർ സെറ്റാണ്. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. എൻ്റെ കയ്യിൽ മിനി സ്റ്റാപ്ലേഴ്സ് ഒന്നും ഇല്ല. ഇതാവുമ്പോൾ ഡെസ്കിൽ തന്നെ പെട്ടെന്ന് എടുക്കാനോ വെക്കാനൊക്കെ വെക്കാമല്ലോ. ഇതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ എനിക്കും കുറച്ച് നിങ്ങൾക്കും ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് കാപ്പിബറ തീമിൽ തന്നെ വരുന്ന സ്റ്റിക്കി നോട്ട്സ് ആണ്. ഞാൻ അങ്ങനെ സ്റ്റിക്കി നോട്ട്സിന്റെ വലിയ ഫാനല്ല, പക്ഷെ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഈ ഒരു ഹോൾ വീഡിയോയിൽ ഒരുപാട് കാപ്പിബറ തീമിൽ വരുന്ന സംഭവങ്ങളുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റും. അതും ക്യൂട്ടാണ്. അതെനിക്ക് ഇഷ്ടമായി. ഇവരുടെ എല്ലാ സ്റ്റേഷനറീസും ഭയങ്കര അഫോർഡബിൾ ആൻഡ് ക്യൂട്ടാണ്. മിനീസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെക്കറ്റ് സ്മാർട്ട് എത്രയോ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. അടുത്തായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് പാൻഡ തീമിൽ വരുന്ന മിനി സ്പൈറൽ ഡയറി ആണ്. എനിക്ക് മിനി ആയിട്ടുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്റ്റിക്കി നോട്ട്സ് ഒന്നും ഞാൻ വാങ്ങിയിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഈ മിനി ഡയറീസും പോക്കറ്റ് ഡയറീസും ഒന്നും എനിക്കല്ല. അതൊക്കെ ഞാൻ ഈ ഗിവ് അവേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ കുറച്ച് ബുക്ക് മാർക്സും കൂടി വരുന്നുണ്ട്, വിച്ച് ഈസ് റിയലി ക്യൂട്ട്. ഇങ്ങനെ റൂൾഡ് ആയിട്ടാണ് പേജസ് ഒക്കെ വന്നിട്ടുള്ളത്. കിട്ടുന്ന ആൾക്ക് ഇത് വേണമെങ്കിൽ ഒരു വീക്ക്ലി പ്ലാനർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഒക്കെ എഴുതി വെക്കാനും യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഞാൻ കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ പേജിലും സ്റ്റോറിലൊക്കെ ആയിട്ട് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലുള്ള കാറ്റ്സിൻ്റെ തീമിൽ വന്നിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ആണ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും ചെറിയ സ്റ്റിക്കി നോട്ട്സിലൊക്കെ നമ്മൾ എന്തെഴുതാനാണ്. പിന്നീടാണ് എനിക്ക് കത്തിയത്, ഇമ്പോർട്ടൻറ്റ് പേജസ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യാന്ന്. ഇതും ഞാൻ വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്കങ്ങനെ സ്റ്റിക്കി നോട്ട്സിൻ്റെ വലിയ യൂസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു മിനി പോക്കറ്റ് ഡയറി ആണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ എഴുതി വെക്കാൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ ടു ഡു ലിസ്റ്റ്, ചെക്ക് ലിസ്റ്റ്, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ അത്യാവശ്യം പേജസും ഉണ്ട്, പിന്നെ സ്പൈറൽ ബൈൻഡഡും ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് എത്തി. അപ്പോൾ വിന്നേഴ്സ് ആരാന്ന് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്ത് കാണിക്കാം. 3 വിന്നേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ അതാരൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റയിൽ നിന്ന് എനിക്ക് DM ചെയ്യാം. അടുത്തായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ക്ലിയർ സ്റ്റാമ്പ് സെറ്റാണ്. ഇത് നമ്മൾ ക്ലിയർ ബ്ലോക്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ 3 കുട്ടികളെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു മിനി ഡെസ്ക് ലാമ്പാണ്. ഈ ഒരു ഡെസ്ക് ലാമ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാക്കേജിൽ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് മിനി ഡെസ്ക് ലാമ്പാണ്. ഈ ഫ്രണ്ട് കാണുന്ന ബട്ടണാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. ഐ വാസ് സോ എക്സൈറ്റഡ് ഫോർ ദിസ്. ആ ലൈറ്റ് കൂടെ ഇട്ടപ്പോൾ ഇറ്റ്സ് ലവ്ലി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരുന്ന സംഭവമാണ് ഈ ഒരു എന്താ പറയുക, പിൻട്രസ്റ്റ് പൗച്ച്. പിൻട്രസ്റ്റിലൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനത്തെ പൗച്ചസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെക്കറ്റ് സ്മാർട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു സംഭവമാണിത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൗച്ചാണ്. ഇതുണ്ടല്ലോ, ഈ സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ബാക്കിൽ വന്നിട്ടുള്ള എക്സാം ബോർഡിന്റെ ഒരു മിനി വേർഷൻ ഉണ്ടല്ലോ, ഇതിനെന്താ പറയുക എനിക്കറിയില്ല. ബൈ ദ വേ ഇതൊരു മെമ്മോ പാഡാണ്. ആ സംഭവം കണ്ടിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ആ സംഭവം എന്ന് വെച്ചാൽ ഇതാ ഈ സംഭവം. ഇതിനെന്താ പറയാവോ? പിന്നെ എൻ്റെ വോയിസിൽ നിങ്ങൾക്ക് ചില അപാകതകൾ, വേരിയേഷൻസ് നിങ്ങൾക്ക് തോന്നാം. അത് വേറെ ഒന്നുമല്ല, ചില ടൈമിൽ ഞാൻ റൂമിലിരുന്നിട്ടും ചില ടൈമിൽ ഞാൻ പുറത്തിരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റെയാണ്. പിന്നെ ഈ ഒരു കാപ്പിബറയുടെ ഇറേസറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഇറേസർ. കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു മിനി കട്ടിംഗ് മാറ്റാണ്. ഇതും എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കാപ്പിബറയുടെ തന്നെ നെയിൽ എക്സ്റ്റൻഷൻസ് ആണ്. ഞാനറിയാതെ ഞാനൊരു കാപ്പിബറ ഫാനായി മാറുകയാണോ. ഒരു നെയിൽ എക്സ്റ്റൻഷൻ സെറ്റും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പുഷ് ആൻഡ് പുൾ ഇറേസർ ആണ്. ഇതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതും നല്ല ക്യൂട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഒരുപാട് വാങ്ങി പരീക്ഷിച്ച ഒരു സംഭവമാണ്, വിച്ച് ആർ സിസേഴ്സ്. പക്ഷേ ഈ ഒരു സിസേഴ്സിലും ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. നല്ല വൃത്തിക്ക് കട്ടാവുന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കെന്തോ അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ സെറ്റാണ്. ഇതൊരു 6 പീസസ് ഓഫ് ഷീറ്റ്സ് ആണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു മെഷറിംഗ് ടേപ്പാണ്. ഇത് നല്ല ക്യൂട്ട് ആൻഡ് നമുക്കൊരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി.
എടുത്തു പറയാനാണെങ്കിൽ ഞാൻ ഈ സോയിങ് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി, അങ്ങനെ എടുത്തതാണ്. നോർമലി നമ്മൾ ടൈപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ വലിച്ചിട്ട് യൂസ് ചെയ്യും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിലുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ തനിയെ ഉള്ളിലേക്ക് കയറിപ്പോയിക്കോളും, വിച്ച് ഈസ് നൈസ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കറക്ഷൻ ടേപ്പാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ എടുത്തതാണ്. ഇതും നമ്മൾ നോർമലി പെൻസൊക്കെ യൂസ് ചെയ്യുന്ന പോലെ പുഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പത്തിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സോളിഡ് ഗ്ലൂവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്ലൂസ് എൻ്റെ കയ്യിലില്ല, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ ഈ ഒരു പെൻസിൻ്റെ ഈ ഒരു കോഫി തീമിൽ വരുന്ന ഈ ഒരു സെറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ 5 പെൻസാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു വാങ്ങിയത്, പക്ഷേ എനിക്കിത് വേണ്ട. കാരണം ഇതൊക്കെ ബ്ലൂ ഇങ്സ് ആണ്. എനിക്ക് ബ്ലൂ ഇങ്സ് വലിയ ഇഷ്ടമല്ല, എനിക്ക് ബ്ലാക്ക് ഇങ്സ് ആണ് ഇഷ്ടം, ഞാനതാണ് യൂസ് ചെയ്യാറ്. പക്ഷെ പുറമെ എഴുതിയിട്ടുള്ളത് ബ്ലാക്ക് ആണെങ്കിലും എല്ലാതും ബ്ലൂ ഇങ്സ് ആണ്. പക്ഷെ പെൻസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു വിൻറ്റേജ് ജേർണലാണ്. ഇതാണ് ലാസ്റ്റ് പ്രൊഡക്റ്റ്. ആക്ച്വലി ഇത് കൂടാതെ ഞാൻ കാപ്പിബറയുടെ തന്നെ ഒരു പൗച്ചും പെൻസിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു, പെന്നോർ പെൻസിൽ. പക്ഷെ അത് ഇതിൽ കാണില്ല, കാരണം അത് ഓൾറെഡി ഞാനൊരു ലാസ്റ്റ് കമൻറ്റ് വിന്നറിന് സെൻഡ് ചെയ്ത് കൊടുത്തു. ആ കുട്ടിക്ക് അത് റിസീവ് ആയി, അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ആ ഒരു പാർസൽ സെൻഡ് ചെയ്യുന്നത് ഞാനൊരു ഷോർട്സ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം, അതിൽ കാണിക്കാം. ഈ ഒരു ഡയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇതിൽ കുറച്ച് ചാംസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു കോഫി ഷെയ്ഡിലാണ് ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾക്കിത് ഈ പേപ്പേഴ്സൊക്കെ റിമൂവബിൾ ആണ്, അതായത് ഇളക്കിയെടുക്കാം. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 ട്രാൻസ്പെറൻറ്റ് പൗച്ചും ഇവിടെ വരുന്നുണ്ട്. ജേർണലിങ്ങിന് ആവശ്യമുള്ള പ്രിൻസും ചെറിയ സ്റ്റിക്കേഴ്സൊക്കെ നമുക്കിതിൽ കളക്ട് ചെയ്ത് വെക്കാം, വിച്ച് ഈസ് നൈസ്. പ്ലസ് ഇതിൻ്റെ കൂടെ ഈ ഒരു ബുക്ക് മാർക്ക് കൂടെ വരുന്നുണ്ട് കേട്ടോ, അതും നൈസാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ കിട്ടാത്തവർ വിഷമിക്കരുത്, ഇനിയും ചാൻസസ് ഉണ്ടാവും, ഇനിയും ഇതുപോലെയൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ബൈ.